അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊറോട്ട പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും അതുപോലെ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ആവശ്യത്തിനുള്ള ഉപ്പും 1 കോഴിമുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ആയാൽ നമുക്കിനി ഒരു വിസ്ക് കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ മുട്ടയും പഞ്ചസാരയും ഓയിലൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കലക്കിയെടുക്കണം. കലക്കിയെടുക്കുമ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിനല്ല കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്.